അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടി ഒരുപാട് കോമ്പണന്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിലൊരു കോമ്പണന്റ് ആണ് സ്ട്രെസ് അതിൽ നിലനിർത്തുക എന്ന് പറയുന്നത്. ആ സ്ട്രെസ് അല്ലാത്ത മറ്റുള്ള കോമ്പണന്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സീരിയൽ നല്ലതാണ്. ഞാൻ പറയുന്നത് ഒന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. മാർക്കറ്റിംഗ് ടെക്നിക്ക് നമുക്ക് വിഷം കൊടുക്കാന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ഓൾറെഡി സ്ട്രെസ്, അഡ്രിനാലിനും കോർട്ടിസോളും പമ്പ് ചെയ്യിക്കാൻ പറ്റുന്ന കണ്ടന്റുകൾ മാത്രം നിലനിർത്തുകയാണെങ്കിൽ സാർ പറഞ്ഞ പോലെ അപകടം വരാനുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് അതിൽ ഉണ്ട്. ക്യൂരിയോസിറ്റി നിലനിർത്താനോ കണ്ടിന്യൂറ്റി നിലനിർത്താനോ ഒരുപാട് കോമ്പണന്റുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഭീകരമായ ആൻസൈറ്റി സ്ട്രെസ് മാത്രം കാരണം സിനിമകൾ നമ്മൾ എന്നും കാണുന്നതല്ല. സിനിമകൾ നമ്മൾ എപ്പോഴെങ്കിലും കാണുന്നതാണ്. സീരിയലുകൾ എന്നും കണ്ടുകൊണ്ടിരിക്കും. അതിലെന്ത് ഉൾപ്പെടുത്തണതോ ഇതെല്ലാം ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ചില പോയിന്റുകളോട് ഞാനും യോജിക്കുന്നുണ്ട്. ഈ പറയുന്ന ചില കാര്യങ്ങൾ സ്ട്രെസ് കൂട്ടുന്നുണ്ട്. മാത്രമല്ല ആൾക്കാർക്ക് അഭിനയിക്കുന്ന വ്യക്തിത്വം തന്നെ സമ്മതിക്കുന്നുണ്ട്. കാണുമ്പോ ഈ ആളലാണെന്ന് തോന്നിക്കുന്ന ഒരു കോർട്ടിസോൾ അടിച്ചു കയറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. അപ്പോൾ പക്ഷേ അത് ചിലരുടെ കാര്യം ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. അല്ലല്ല, കാരണം ചിലവര് ഇൻഡ്യൂസ് ചെയ്യണതാണെങ്കിൽ എല്ലാവരിലും സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയല്ല, ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ലെവൽ ഇതൊരു സ്റ്റോറിയാണ്, ഒരാളുടെ ഭാവനയിൽ വരുന്ന കഥയാണ് എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. ഇത് മനസ്സിലാക്കാത്തവരാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ സിനിമകൾ കാണുന്നത്. നമ്മൾ അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു 80-85 കാലത്ത് ഇതേ സ്ട്രെസ് അനുഭവിച്ചിരുന്ന ആളുകൾ മലയാളികൾക്കിടയിലുണ്ട്, വായനക്കാർക്കിടയിൽ. അന്ന് ഒരു വാരിക കിട്ടുന്നതിന് വേണ്ടി വീട്ടിലെ വീട്ടമ്മമാരായാലും മറ്റുള്ളവരായാലും കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ വാരികയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ മാവാരിക തുടങ്ങുന്ന മംഗളം, മനോരമ ഇങ്ങനെയുള്ളത്. അപ്പൊ ഇത് കഥ വായിക്കുന്നതിന് വേണ്ടി തുടർക്കഥ വായിക്കുന്ന ഇപ്പൊ തന്നെ ഇല്ലല്ലോ, തുടർക്കഥ വായിക്കുന്നതിന് വേണ്ടി സ്ട്രെസ്സോടുകൂടി കാത്തിരുന്നുണ്ട്. അതേ അനുഭവം തന്നെയാണ് ഇപ്പൊ ഈ ഞാൻ പറയട്ടെ, സാറിപ്പൊ പറഞ്ഞല്ലോ സ്ട്രെസ് ഉള്ളത് ഈ സീരിയൽ കാണുമ്പോ ഉണ്ടെന്നുള്ളത്. നിങ്ങളെ ഒരു മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും നേരം വൈകി 12 മണി 1 മണി വരെ ലേറ്റ് ആവുമ്പോ ഒരു വീട്ടിലിരിക്കുന്ന അനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, അതൊന്നും സീരിയലില് കണ്ടിട്ടൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത് സ്ട്രെസ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് സീരിയൽ കാണുന്നത്. അങ്ങനെ പറ ഒഴിവാക്കാൻ വേണ്ടി പ്ലീസ്, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്റർടൈൻമെന്റിനായിട്ട് ഒരു സീരിയൽ കാണുന്നത്. പക്ഷെ സ്ട്രെസ് കൂട്ടുകയല്ലേ. നിങ്ങൾ വരാതിരിക്കുമ്പോ കൂട്ടുകയല്ലേ. ഏത് സീരിയലാണ് സ്ട്രെസ് കൂട്ടാത്തത്? പറയൂ. അത് കുറയ്ക്കാൻ ചെയ്യണം. ഒരു ഉദാഹരണം, ഈ സീരിയലില്